ഭയങ്കര വിഷയം. മമ്മൂട്ടി ഒരു രക്ഷയില്ല, എഫേർട്ട്ലെസ് ആണ് അഭിനയിച്ചേക്കണേ. അർജുൻ അശോക്, സിദ്ധാർത്ഥ് ഭരതന് ഒരു രക്ഷയില്ല. അടിപൊളി പടം, മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് പടം. അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. മമ്മൂട്ടിനെയും ഈ ഒരു രീതിയിൽ നെഗറ്റീവ് ഷെയ്ഡിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി, രക്ഷയില്ല. അടിപൊളി പടം, സൂപ്പർ പടം. മമ്മൂക്കയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി പടം, എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കേണ്ട പടമാണ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. അത്രയും കിടിലം പടം. ഇതെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്ന. ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കും, പക്ഷേ നല്ല പടം, ക്വാളിറ്റി സാധനം. ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കും കണ്ടു. ഇല്ല, ഏവൻ തട്ടിയാണ് ഇത് കൊള്ളാം. നല്ല പടം, ശരിയായ പടം. ശരിയായ പടം, ശരിയായ പടം. ഇതാണ് ഗംഭീര പടം. ഇതുപോലൊരു സിനിമ അടുത്ത കാലത്തൊന്നും ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പക്ഷേ നമുക്ക് ആ നെഗറ്റീവ് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ഗംഭീരമായ പ്രകടനം. കാരണം ഒരു ഹൊറർ എലമെൻ്റ് ഉള്ള സിനിമ, എന്നാൽ സ്ഥിരം ഹൊറർ സിനിമകളെ പോലെ ഒരു ക്ലീശ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ക്ലീശ അല്ല, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ എത്ര മുൻവിധിയോടുകൂടി കണ്ടാലും അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. കാരണം ഇതിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ്. ഗംഭീരമാണ്. നല്ല സിനിമ, മമ്മൂട്ടി സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും നല്ല സിനിമ. എന്തോ നല്ല സിനിമ, മമ്മൂട്ടി കിടിലായിട്ട് അഭിനയിച്ചു. കൂടെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും എല്ലാം നല്ലതായിരുന്നു, കൊള്ളായിരുന്നു. നല്ല സിനിമ, 3 പേരും സൂപ്പറായിരുന്നു. എൻഗേജിംഗ് ആയിട്ട് കണ്ടോണ്ടിരിക്കാൻ നല്ല സിനിമ. 3 പേരേ ഉള്ളൂ, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ അടിപൊളി. ഈ മാസം മമ്മൂക്ക ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ പടം വരുന്നത്, അപ്പോൾ അതങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെയൊന്നും തോന്നൂല. കളർ സിനിമയെക്കാട്ടിയും നല്ല ക്വാളിറ്റിയിൽ നല്ല വിഷ്വലാണ്. അടിപൊളി സിനിമ, നല്ല സിനിമ, അടിപൊളിയാണ്. പിന്നെ നല്ല അഭിനയം നല്ലതാണ്. സൗണ്ട് അടിപൊളി, സൗണ്ട് ക്ലാരിറ്റി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും വിഷ്വലും അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അഭിനയം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് മമ്മൂട്ടിയും അർജുൻ അശോകനായാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി പടം, അത് പുതിയ ശ്രമിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇങ്ങനെ പടങ്ങൾ വരണം. എടുത്തു പറയുന്ന മമ്മൂട്ടിയുടെ അഭിനയം അടിപൊളിയാണ്. പിന്നെ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. വളരെ നമുക്ക് പെട്ടുകൊണ്ടൊരു അവസ്ഥയുണ്ട്. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. മമ്മൂട്ടി വളരെ അടിപൊളി ചെയ്തത്. നല്ല പടം നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, പക്ഷെ സെക്കൻഡ് അടിപൊളിയായിരുന്നു. നമുക്ക് സൂപ്പറായിരുന്നു, അടിപൊളി പെർഫോമൻസ്. വ്യത്യസ്തമായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടർ കൊള്ളാം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പടം. എന്താണ് എടുത്ത് പറയാനായിട്ട് പടത്തിലാരും? ഡയറക്ഷൻ നല്ലതാണ്. പിന്നെ മമ്മൂട്ടി ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയാണ്. ഒരു വെറൈറ്റി റോളല്ലേ വന്നിരിക്കുന്നത്, ഭയങ്കര വെറൈറ്റി റോളാണ്. മമ്മൂട്ടി നമ്മൾ കണ്ട് ഇരുന്ന് പോകും. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് പക്ഷേ നല്ല എൻഗേജിങ് ആണ്. ക്യാരക്ടേഴ്സിന്റെ എണ്ണമൊക്കെ കുറവല്ല, അപ്പോൾ അതെന്തെങ്കിലും തരത്തിൽ പടത്തിനെ ബാധിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഹാഫ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം സെറ്റ് ആവും. പടത്തിലെ ആ ഒരു ഇതിലേക്ക് നമ്മൾ കയറുന്ന സെക്കൻഡ് ഹാഫിലാണ്. നല്ല പടം, നല്ല പടം. എന്താണ് എടുത്ത് പറയാനായിട്ട്? എടുത്തു പറയാനൊന്നുമില്ല, നല്ല പടം.